ഹായ്, ഗുഡ് മോർണിംഗ്. ഒരു കിച്ചൺ ഗാർഡൻ തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കൊരു വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ അധികം സ്ഥലമൊന്നും വേണ്ട. എനിക്കും അധികം സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഒരു പുതിയ പരിപാടി തുടങ്ങാൻ കാര്യം കുറേ കന്നാസുകൾ കണ്ടോ, കന്നാസ് മേടിച്ചുകൊണ്ട് വന്നു. ഈ കന്നാസ് ആസിഡ് കന്നാസാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം എല്ലാം നിറച്ച് ക്ലീൻ ചെയ്യണം, നന്നായി ക്ലീൻ ചെയ്യണം. അപ്പോൾ ഗ്രോ ബാഗിൽ ഞാൻ നോക്കി, ചട്ടിയിൽ നോക്കി. ഗ്രോ ബാഗൊക്കെ നോക്കുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഇത് കീറിപ്പോവാണിത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് വയ്ക്കുകയാണെങ്കിൽ ഒരു 10 വർഷമെങ്കിലും നിൽക്കുക. ഒരു കിലോ 50 രൂപ റേറ്റിനാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചട്ടി മുറിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരനാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോളൂ ആ ചട്ടി അതൊക്കെ എങ്ങനെ മുറിക്കേണ്ടതാണ്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ചട്ടി പല സൈസിലെടുക്കണം, മുറിക്കണം. ഇതിപ്പോൾ വലിയ മരങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഈ രീതിയിൽ, കാരണം കുറച്ച് മരങ്ങൾ ഇതാകുന്ന ചെടികൾ വെക്കണം, ഈ രീതിയിൽ മുറിപ്പിക്കുക. വട്ടവും മുറിപ്പിക്കണം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇത് ചെയ്യാനുണ്ട്. അപ്പോൾ വട്ടവും മുറിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വട്ടവും മുറിപ്പിക്കണം. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള രീതിയിൽ പലതരം ചെടികൾ നമുക്കത് കൃഷി ചെയ്യാൻ സാധിക്കും. കാര്യം വലിപ്പം കൂടിയ തരത്തിലുള്ള ചെടികളുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഈ വട്ടത്തിൽ ഇങ്ങനെ നീളത്തിൽ മുറിക്കണം കേട്ടോ. നീളത്തിൽ മുറിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ചീരകൾ നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ നീളത്തിൽ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, പലതരത്തിലാണ് ഈ ഡ്രമ്മ് മുറിച്ച് വെച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇതിനകത്ത് നമുക്ക് ഗോതമ്പ് നടാം, ഉലുവ നടാം, കടുക് നടാം. അങ്ങനെ വിതച്ച് അതിന് മുള വരുമ്പോൾ അത് പറിച്ചെടുക്കണം. കാര്യം അധികം നിൽക്കാൻ പാടില്ല. ഗോതമ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിച്ച് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഷുഗർ കുറയുന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് മരം പോലെയുള്ള ഇതിനകത്ത് വയ്ക്കുക. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ മുരിങ്ങ, ആ മുരിങ്ങ വളർന്നു വരുന്നുണ്ട്. അതൊക്കെ ഡ്രമ്മിനകത്തേക്ക് 2-3 എണ്ണം വെക്കണം. പിന്നെ ഈ സൈസ് ഡ്രമ്മ് മുറിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചീര, മധുരക്കിഴങ്ങുകൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിനകത്ത് നടും. നമ്മുടെ ഒരു ആഗ്രഹത്തിന്, അത് വലിയതായിട്ടല്ല. പിന്നെ ഞാനിവിടെ കുറേ ചെടി കൊണ്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഡ്രമ്മിനകത്ത് തന്നെ മുറിച്ച് കൊണ്ട് വെച്ചാണ്. ഇത് പേര, ഇത് അത്തിപ്പഴം, അത്തി ഇത് സ്വീറ്റ് അമ്പഴമാണ്. ഈ അമ്പഴം കഴിക്കുക പുളിയല്ല, മധുരമായിരിക്കും പഴുത്ത് കഴിഞ്ഞാൽ. പിന്നെ നെല്ലി, ഇത് വലിയ മരമാകുന്നതാണ്. ഈ പേരയൊക്കെ വലിയ മരമാകുന്നതാണ്. അപ്പോൾ ഒരു ആഗ്രഹത്തിന് കൂടി പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വിഷമില്ലാത്ത തിന്നാൻ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു മധുരക്കിഴങ്ങാണ് കേട്ടോ. ഇത് ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആദ്യമായിട്ട് കണ്ടതാണ് ഇങ്ങനെയുള്ള കളറിലുള്ള. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് നട്ടതാണിത്. ഇത് തൽക്കാലത്തേക്കൊരിത്. പിന്നെ പൈനാപ്പിൾ നട്ടിട്ടുണ്ട്, മാതളനാരകം. ഇത് വർഷങ്ങൾ മുമ്പ് ഞാൻ നട്ടതാണ്. പക്ഷെ എനിക്ക് ഞാൻ തന്നെ വിത്തിട്ട് വളർത്തിയതാണ്. പക്ഷേ നടാനുള്ള സൗകര്യമില്ലാഞ്ഞുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഏതാണ്ട് വെണ്ട, മുളകുകൾ കണ്ടില്ലേ, ചട്ടിയിൽ വെച്ച മുളകളാണ് കേട്ടോ. അതൊക്കെ കണ്ടോ, നല്ല കാന്താരി. ഇത് കണ്ടോ, കാന്താരി പഴുത്ത് നിൽക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് കണ്ടില്ലേ, ടക്കേന്ന് വന്നൊന്ന് പറിച്ച് ഒരു കാന്താരി ചമ്മന്തിയോ എല്ലാം അരയ്ക്കണമെങ്കിൽ നിസ്സാര പരിപാടിയേ ഉള്ളൂ കേട്ടോ. വലിയ പരിപാടിയൊന്നുമില്ല അതിന്. ഇതൊക്കെ തക്കാളിയുടെ വിത്തിട്ടാണ്. ഇത് പച്ചത്തക്കാളിയുടെ വിത്തിട്ടാണ്. ഞാൻ പച്ച മേടിച്ചുകൊണ്ട് വന്ന് അപ്പം തന്നെ വിത്തിട്ട് മുളപ്പിച്ച തൈയാണത് കേട്ടോ. കരിമ്പ്, ഒരു കരിമ്പ് കൊണ്ടാട്ടോ ഞാൻ വെട്ടി ഒരു ലക്ഷം തിന്നു. അതിനുശേഷം ബാക്കി ശേഷമുള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ, അടുത്ത വീട്ടിൽ നിന്നൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ പഴം കൊണ്ടുവന്നിട്ട് മുളപ്പിച്ചു. ഒത്തിരി തൈ മുളച്ചു. ഈ തൈ നിൽക്കുന്നുണ്ടോ, ഈ ചട്ടിക്കകത്ത് കണ്ടില്ലേ? ഈ ചട്ടിക്കകത്താണ് തലയ്ക്ക് വളരാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. സ്ഥലമില്ല അധികം വയ്ക്കാൻ വേണ്ടി. പക്ഷെ അതിൽ നിന്ന് ആ ഫാഷൻ ഫ്രൂട്ടിൽ നിന്ന് 2 തൈ ഞാൻ ഈ വെറും ചട്ടിക്കകത്ത് കണ്ടില്ലേ, ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ, ഇത്രയും മണ്ണ് വിസ്താരമേ ഉള്ളൂ. നട്ടു കേട്ടോ, നട്ടു. അത് വളർന്നു വരുന്നു. ഇതേ ഇപ്പോൾ കായായി, കണ്ടില്ലേ? ഇത് മനസ്സിനെന്ത് സന്തോഷമെന്നറിയോ. എനിക്ക് സ്ഥലമൊന്നുമില്ല ഇവിടെ അധികം. ഒരു പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതിലേ കയറി വരും. അപ്പോൾ ഇത് നിസ്സാരമായ പ്രശ്നങ്ങൾ ഉള്ളൂ, കാര്യമുള്ളൂ. ഇത് കണ്ടോ, ചട്ടിക്കകത്ത് കരിയാപ്പ് കൊടുത്തിരിക്കുകയാണ് ചട്ടിക്കകത്ത്. അപ്പോൾ ടക്ക് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വന്ന് 2 കരിയാപ്പിൻ്റെ ഇല വേണമെങ്കിൽ പറിക്കാൻ പറ്റുന്നു, കണ്ടില്ലേ?
ഇതൊക്കെ നമുക്ക് വീടുകളിൽ ചെയ്യണതല്ല. അവർ വിഷമില്ലാത്തത് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം. ഇത് കോവൽ നട്ടു കൊടുത്താണ്. കോവൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഇത് സമയം കഴിഞ്ഞു. അപ്പോൾ വേറെ തൈ നട്ടിട്ടുണ്ട് അപ്പുറത്ത്. ഇത് വേറൊരു തരം മധുരക്കിഴങ്ങാണ്. ഞാൻ അവിടെ നട്ടിട്ടുണ്ട്, കണ്ടില്ല, അത് കാണും. ഇത് വേറൊരു തരത്തിലുള്ള മധുരക്കിഴങ്ങ്. അപ്പോൾ ഈ ഡ്രമ്മൊക്കെ നല്ല വൃത്തിയായി കഴുകണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒരു ചെറിയ അടുക്കളത്തോട്ടത്തിനും സ്റ്റാർട്ടാക്കുക. നമുക്ക് 2 വെണ്ടയ്ക്കയോ വഴുതനങ്ങയോ ഇതെല്ലാം കാലാകാലം നിൽക്കുന്ന കുറേ നാൾ നിൽക്കുന്ന സംഗതികളാണ്. കരിയാപ്പില, മുളക്, തൈകളൊക്കെ ഇങ്ങനെ ചട്ടിയിലോ ഇതാകുമ്പോൾ കുറച്ച് നാൾ ലാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ നമുക്കെല്ലാവർക്കും വിഷമില്ലാത്ത വെണ്ട, വഴുതന, പാവയ്ക്കയുടെ വിത്ത് ഞാൻ ഇട്ടിട്ട് മുളപ്പിച്ചിട്ടുണ്ട്, മുളച്ചു വന്നത്. സ്ഥലമില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രമ്മോ വല്ലതും മേടിച്ച് ഒന്ന് ചെയ്ത് നോക്ക്. അതിൻ്റെ ഒരു സത്യം പറഞ്ഞ നല്ല എന്തൊരു അനുഭൂതിയാണെന്നറിയോ നമ്മൾ പറിക്കുമ്പോൾ. ഈ കടയിലൊക്കെ പോയി നമ്മൾ മേടിക്കുക ഒരു കൃഷി, ഒരു മുളക് ഉണ്ടാക്കാൻ എന്ത് കഷ്ടപ്പെടും നമുക്ക് അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പുതുവർഷത്തിൽ വിഷമില്ലാത്ത പച്ചക്കറി സ്വയം ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സ്ഥലമില്ലാത്തവരിങ്ങനെ, സ്ഥലമുള്ളവർ അവരുടെ സ്ഥലത്ത് കൃഷി ചെയ്യുക. നമ്മളെ ആശ്രയിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. നല്ല പച്ചക്കറികൾ, ഇലവർഗ്ഗങ്ങൾ, ഇതെല്ലാം. ഓക്കെ, ബൈ.